നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കൂ. ഫ്രണ്ട്ഷിപ്പിന് വല്ലാത്ത സ്ഥാനമുണ്ടോ, നല്ല കൂട്ടുകാർക്ക് വല്ലാത്ത പ്രതിഫലമാണ്. ഞാൻ പറയുന്നത് സ്നേഹിക്കാനാ പറയുന്നത്, അധികാരത്തിനു വേണ്ടിയല്ല, എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്നേഹിക്കൂ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സ്നേഹിക്കൂ. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചാൽ ചെറുപ്പക്കാരാ നിസ്കരിക്കാൻ പള്ളിയിൽ കണ്ടില്ലല്ലോ, എന്തുകൊണ്ടാണ് നീ സുബഹിക്ക് വരാഞ്ഞത്? ഇന്ന് മഗ്‌രിബിന് നിന്നെ കണ്ടില്ലല്ലോ, എന്തുകൊണ്ട് വന്നില്ല എന്ന് തിരക്കുന്ന കൂട്ടുകാരനാകട്ടെ, പള്ളിയിൽ കാണാതെ വന്നാ പടച്ചവനെ തിരക്കുന്നവനാകണം കൂട്ടുകാരന്. സിനിമയ്ക്ക് വിളിക്കുന്നവനോട് പറയണം പാപമാ പാപമാ, അത് കാണാൻ പാടില്ലല്ലോ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ലല്ലോ. അവിടെ വെച്ചാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും ചെറുപ്പക്കാരാ? ഇതുപോലെ തെറ്റിൽ നിന്ന് പിരിച്ചു കൊണ്ടുവരുന്നവനാകണം കൂട്ടുകാരൻ. അതുകൊണ്ട് പറയുകയാ, സ്നേഹിക്കണേ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണേ, നല്ല കൂട്ടുകാരാകണേ. അങ്ങനെ നല്ല കൂട്ടുകാരായ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം എന്താ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിലെ ചെമ്പിന്റെ തറയിൽ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുകയാ. ഇരിക്കുന്നവർ മുഴുവനും പറയുന്നത് വല്ലാത്ത ചൂടാണെന്ന, ശരീരം വിയർക്കുന്ന ഉസ്താദ്, വിയർപ്പ് തുള്ളികൾ ശരീരത്തിലൂടെ ഒഴുകുന്ന ഉസ്താദ്, സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കും നിങ്ങൾക്കും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യൻ അസ്തമിച്ചിട്ട് ഈ 10 മണി കഴിഞ്ഞിട്ടും നിനക്ക് ചൂടെടുക്കുകയാ. പെങ്ങളെ, ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനകത്തുകൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മ, നാളെ അല്ലാഹുവിന്റെ കോടതിയില് ഒരു ചാണ് മുകളിലാ, ഒരു ചാണ് മുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂര്യനെ താഴ്ത്തുന്ന ദിവസമാണ് മഹ്ശറ. അല്ലാഹുവേ, ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ, വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല ദങ്ങു ചെന്നാ കോള. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മഹ്ശറ. കാളയുടെ വായിൽ നിന്ന് പതയും നുരയും ഒഴുകുന്നത് പോലെ ജനങ്ങളുടെ വായിൽ നിന്ന് പതയും നുരയും ഒഴുകുന്ന ദിവസമാണ് മഹ്ശറ. പെങ്ങളെ, ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായിട്ട് അല്ലാഹുവിന്റെ കോടതിയില് ഞാനും നിങ്ങളും ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ ഒരു ചാട് മുകളിൽ സൂര്യൻ നിൽക്കുന്ന ദിവസമുണ്ടല്ലോ, അന്ന് ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ. അത് എവിടെയാണെന്നറിയുമോ? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ എന്നെയും നിന്നെയും പടച്ച അള്ളയുണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെയാ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെയാണ് ഒരു സ്ഥാനമുള്ളത്. അവിടെ മാത്രമേ തണലുള്ളൂ, അവിടെ മാത്രമേ തണലുള്ളൂ. പടച്ചവനെ, അങ്ങനെ അല്ലാഹുവിന്റെ അർശിന്റെ താഴെ മാത്രമേ തണലുള്ളൂ. ആ തണലല്ലാതെ വേറെ ഒരു തണലുമില്ലാത്ത മസ്സറയുണ്ടല്ലോ. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ,
അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്, അവിടെ നിന്ന് വിളിക്കുകയാ. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി. അല്ലാഹുവിന്റെ അർശിന്റെ താഴെ ഒഴുക്കിയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടോ, അവിടെ കസേരയുണ്ടോ, അവിടെ അതായിരിക്കാനുള്ള ചെയറുകളുണ്ട്. അല്ലാഹു 7 വിഭാഗം വിവിഐപികളെ വിളിക്കുകയാ. 7 വിഭാഗം വിവിഐപികള് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്. നിങ്ങൾ വെയിൽ കൊള്ളേണ്ടവരല്ല, നിന്ന് പ്രയാസപ്പെടേണ്ടവരല്ല. ഇന്ന് നിങ്ങൾ വിവിഐപികളാണ്, ഇന്ന് നിങ്ങൾ വിവിഐപികളാണ്. അല്ലാഹു വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ അർശിന്റെ താഴെയുള്ള സ്റ്റേജിലിരിക്കാൻ 7 വിഭാഗത്തെയാണ് അല്ലാഹു വിളിക്കുന്നത്. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാരാ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച പെങ്ങള്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച നാളെ അർശിന്റെ താഴെ അല്ലാഹു അവർക്ക് സ്ഥാനം കൊടുക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, പെങ്ങളെ ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്. ഇന്ന് കാലം മാറിയിരിക്കുകയാണ്. പടച്ചവനെ, ആണുങ്ങളെ കൂട്ടുകാരനാക്കാൻ ആണിന് പറ്റുന്നില്ല. ഗേൾ ഫ്രണ്ട് മതിയല്ലോ, ബോയ് ഫ്രണ്ട് മതിയല്ലോ. ആ സിസ്റ്റത്തെ കുറിച്ചല്ല പറയുന്നത്, ആ സിസ്റ്റത്തെ കുറിച്ചല്ല പറയുന്നത്. ഒരു നല്ല കൂട്ടുകാരനെ തെരഞ്ഞെടുത്ത നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒരു സിംഹാസനം കൊണ്ടുവന്ന് വെക്കുകയാ. അള്ളാന്റെ കോടതിയിൽ ഒരു സിംഹാസനം കൊണ്ടുവന്ന് വെക്കുകയാ. നബി തങ്ങൾ അതിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുകയാണ്. ആ സിംഹാസനത്തിന്റെ മഹത്വം നബി തങ്ങൾ പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അത് ആർക്കുള്ളതാ നബിയേ? അത് പ്രവാചകന്മാർക്കുള്ളതാണോ ആ സിംഹാസനം? അത് പ്രവാചകന്മാർക്കുള്ളതാണോ? നബി തങ്ങൾ പറഞ്ഞു അല്ല. അത് ശുഹദാക്കൾക്കുള്ളതാണോ? നബി തങ്ങൾ പറഞ്ഞു അല്ല. സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാര് പോലും ആ സിംഹാസനം കൊതിക്കും. സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാര് പോലും അതാ ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലുമല്ല, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കളുണ്ടല്ലോ, അവര് കൊതിക്കുകയാണ് ആ സിംഹാസനത്തിലും ഇരിക്കാൻ. അവര് പോലും കൊതിക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ആർക്കുള്ളതാ നബിയേ? ആ സിംഹാസനം ആർക്കുള്ളതാ നബിയേ? ഖൗമൻ തുഹാബു ബിറൂഹില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാർക്കുള്ളതാ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാരികൾക്കുള്ളതാ. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവരുണ്ടല്ലോ, അവർക്ക് നാളെ അർശിന്റെ താഴെ ഒരു സ്ഥാനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് നാളെ അർശിന്റെ താഴെ അല്ലാഹു സ്ഥാനം കൊടുക്കുമെന്ന് നബിയുനാ റസൂൽ